ഹലോ മക്കളെ, നമ്മുടെ ബേസിക് സയൻസിലെ ബയോളജിക്ക് ഫുൾ മാർക്ക് നേടാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അതിലെ ഷുവർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നിങ്ങളുടെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് ഇൻഡിജീനിയസ് വെറൈറ്റീസ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന ജീവികളുടെ നാടൻ ഇനങ്ങളുടെ പേര് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വരുന്നത്? കൗ, പശുവിൻ്റെ നാടനാണ് വെച്ചൂർ, അതുപോലെ കാസർഗോഡ് കുള്ളൻ. ഗോട്ട്, ആടിൽ വരുന്നതാണ് ഇത് മലബാറി, അതുപോലെ തന്നെ എന്താ അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പം നാടൻ വെറൈറ്റീസ് ചോദിച്ചാൽ നാടൻ വെറൈറ്റീസ് തന്നെ എഴുതണം കേട്ടോ, മാറിപ്പോവരുതേ. ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. അറേഞ്ച് കോളം ബി ആൻഡ് സി ഇൻ അക്കോർഡൻസ് വിത്ത് കോളം എ. സൗണ്ടൊക്കെ ഇച്ചിരി പോക്കാണ്. അതുപോലെ തന്നെ കോളത്തിനനുസരിച്ച് ബി സി കോളങ്ങൾ ഉചിതമായി ക്രമീകരിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, വെറൈറ്റീസ് മ്യൂഗ തന്നിട്ടുണ്ട്, കട്ല, ഞൊടിയൻ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രോഡക്റ്റുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും? മ്യൂഗ സിൽക്ക് എന്ന് പറയുന്നത് അല്ലേ, പട്ട് നൂൽ പുഴുവിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പം മ്യൂഗ പട്ട്, അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? സെറി കൾച്ചർ. കട്ല എന്ന് പറയുന്നത് മാംസത്തിന് വേണ്ടി, പിസി കൾച്ചർ. ഞൊടിയൻ തേന്, എപ്പി കൾച്ചറാണ്. അതേപോലെ തന്നെ മ്യൂഗ സിൽക്ക്, സെറി കൾച്ചർ, കട്ല മീറ്റ്, പിസി കൾച്ചർ, ഞൊടിയൻ ഹണി, എപ്പി കൾച്ചർ. ഇതേപോലെ മാച്ച് ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇവിടുത്തെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഈ ഒരു കൾച്ചറിങ് ഉള്ള, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ളതിൻ്റെയും എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിൽ ഓരോ പോൾട്രി ഫാമിംഗ് ഉണ്ട്, പക്ഷി പരിപാലനം ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അടുത്ത് നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ് ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. മുറ, നിലിരവി, ജംനാപ്യാരി, ബദാവരി. മുറ, നിലിരവി, ജംനാപ്യാരി, ബദാവരി. ഇതിൽ ഓട് വൺ ഔട്ട് എടുക്കുക, ബാക്കിയുള്ളതിന് കോമൺ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ജംനാപ്യാരിയാണ് ഇവിടുത്തെ ഇത് വരിക ഓട് വൺ ഔട്ട്. കാരണം ബാക്കിയുള്ളവയെല്ലാം എന്താണ്? എരുമയുടെ ഇനങ്ങളാണ്, വെറൈറ്റീസ് ഓഫ് ബഫല്ലോ ആണ്. സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് അതേഴ്സ്. ബോയർ, ജംനാപ്യാരി, അട്ടപ്പാടി ബ്ലാക്ക്, നീലിരവി. ബോയർ ഉണ്ട്, ജംനാപ്യാരി ഉണ്ട്, അട്ടപ്പാടി ബ്ലാക്ക് ഉണ്ട്, നീലിരവി ഉണ്ട്. ഇവിടെ ആരാണ്? നീലിരവിയാണ്. കാരണം എന്താണ്? ബാക്കിയുള്ളവയെല്ലാം വ്യത്യസ്ത ആടിനങ്ങളാണ് അല്ലേ. അതേഴ്സ് ആർ ഡിഫറെൻറ്റ് ഗോട്ട് വെറൈറ്റീസ്. ഇനി നോക്കുക, കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻ പാർട്ട് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്. സയന്റിഫിക് കൾട്ടിവേഷൻ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇസ് നോൺ as ക്യൂണിക്കൾച്ചർ. മെത്തേഡ് ഓഫ് ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ ഇസ് ഹൈഡ്രോപോണിക്സ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, വെജിറ്റബിൾസും ഫ്രൂട്ടും നമ്മൾ കൾട്ടിവേഷൻ ചെയ്യുന്നതിന് ക്യൂണിക്കൾച്ചർ എന്നല്ല പറയുന്നത് അല്ലേ. പഴം പച്ചക്കറിൻ്റെ കൃഷി, ശാസ്ത്രീയമായ കൃഷി ചെയ്യുന്നതിന് ഹോർട്ടിക്കൾച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തെറ്റിദ്ധരുത്തി എഴുതുക. പിന്നെ ഇവിടെ ന്യൂട്രിയൻ സൊല്യൂഷനിൽ ഗ്രോ ചെയ്യുന്നതിന് നമ്മൾ ഹൈഡ്രോപോണിക്സ് പറയും, അത് കറക്റ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഹിൻസ് അബൌട്ട് സം ഓർഗാനിസംസ് ആർ ഗിവൺ ബിലോ. നെയിം ദ കിങ്ഡം ടു വിച്ച് ദിസ് ഓർഗാനിസം ഡസ് ബിലോങ്. ഇവിടെ ഓട്ടോട്രോഫിക്, മൾട്ടിസെല്ലുലാർ, നോൺ മോട്ടൈൽ ഓർഗാനിസം. സ്വപ്പകോശികളും സഞ്ചാരശേഷി ഇല്ലാത്തവയുമായ ബഹുകോശികളാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ന്യൂക്ലിയസ്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? നമ്മുടെ പ്ലാന്റ് ആണ് അല്ലേ. അപ്പോൾ കിങ്ഡം പ്ലാന്റ്. രണ്ടാമത്തേത് എന്താണ്? കിങ്ഡം പ്രൊട്ടിസ്റ്റയാണ് വരിക, അത് കറക്റ്റ് ആണ്. അപ്പോൾ 5 കിങ്ഡവും നല്ല വൃത്തിയിൽ പഠിക്കണം, ഉദാഹരണം വെച്ച് തന്നെ പഠിക്കാം. അതുപോലെ തന്നെ പോളിഹൗസ് ഫാമിംഗ്, പ്രിസിഷൻ ഫാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാലോ. യെസ്, ഇതാ ക്വസ്റ്റ്യൻ നോക്കുക. Tabulate the given information related to modern farming method suitably. Give appropriate headings. The soil is covered with pollution. ഞാൻ പറഞ്ഞു പോളിഹൗസും അതുപോലെ പ്രിസിഷൻ ഫാമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമുക്ക് കുറേ സെൻറ്റൻസുകൾ തന്നിട്ട് അതിനെ ഗ്രൂപ്പാക്കി നമ്മൾ പോളിഹൗസ് ഫാമിങ്ങും പ്രിസിഷൻ ഫാമിങ്ങും ഒന്ന് ടാബുലേറ്റ് ചെയ്യണം, ഒരു ടേബിൾ ആക്കി എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രിസിഷൻ ഫാമിങ്ങിൽ വരുന്നതാണ് സോയിൽ ഇസ് കവേർഡ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. സ്യൂട്ടബിൾ ക്രോപ്പ് ഈസ് സെലക്ടഡ് ബൈ സ്റ്റഡിങ് ദ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ്, pH, വാട്ടർ അവൈലബിലിറ്റി ഇൻ ദ സോയിൽ അല്ലേ. അപ്പോൾ പ്രിസിഷൻ ഫാമിങ്ങിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച മണ്ണിനെ നമ്മൾ പൊതിയുന്നു. അതുപോലെ തന്നെ മണ്ണിലെ മൂലകങ്ങളുടെ അളവ്, pH, ജലസാന്നിധ്യം എന്നിവ കൃത്യമായി പഠിച്ച് അനുയോജ്യമായി വിള കണ്ടെത്തുന്നുണ്ട്. ഇനി പോളിഹൗസ് ഫാമിങ്ങിലോ ടെമ്പറേച്ചർ ആൻഡ് മോയ്സ്ചർ ഈസ് കോൺസ്റ്റന്റ്ലി റെഗുലേറ്റഡ്. ക്രോപ്പ് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഒരു പാർഷ്യലി കവേർഡ് ബൈ ട്രാൻസ്പെറന്റ് പോളിത്തീൻ ഷീറ്റ്. താപനിലയും ഈർപ്പനിലയും സ്ഥിരമായി ക്രമീകരിക്കുന്നു. സുതാര്യ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായോ മറിക്കുന്നു. അപ്പോൾ രണ്ടും ടാബുലേറ്റ് ചെയ്യാൻ പഠിച്ചു വെക്കാം. ഓക്കെ, അടുത്ത നോക്കുക. ഐഡന്റിഫൈ ദ സെൽ ഓർഗനൽ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഏതാണ് മക്കളെ ഈ സെൽ ഓർഗനൽ എന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ് അല്ലേ. നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. അപ്പം മൈറ്റോകോൺട്രിയൻ്റെ ഫംഗ്ഷൻ, ധർമ്മം എന്താ മക്കളെ? മൈറ്റോകോൺട്രിയൻ്റെ ധർമ്മം, ഫംഗ്ഷൻ നമുക്കറിയാം. ഇതെന്താണ്? എനർജി പ്രൊഡക്ഷൻ ആണ് അല്ലേ. സിന്തസിസ് ഓഫ് എനർജി നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ പ്രോട്ടീനിലാണ്. അപ്പം മൈറ്റോകോൺട്രിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അത് നമുക്ക് ഫിഗർ തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മൈറ്റോകോൺട്രിയയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് കോശത്തിലെ ഊർജ്ജ നിലയം, പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. ഇതുപോലെ എല്ലാ ഓർഗനൽസും ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, പാസേജ് ഓഫ് ദ സെല്ലാണ് അല്ലേ. എന്താണ്? നമ്മുടെ കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത്. ഫിഗർ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. റൈബോസം എന്ന് പറയുന്നത്
ജീവകോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം, പ്രോട്ടീൻ സിന്തസിസിങ് യൂണിറ്റ് ആണ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ഓർഗനൽസും മിസ്സാക്കാതെ പഠിക്കാം. അടുത്ത നോക്കിക്കേ, ദ വൺ എമംഗ് ഫോളോയിങ് ഇസ് എൻ എക്സ്റ്റിങ്ക്റ്റ് ആനിമൽ. ക്വാഗ, മലബാർ സിവറ്റ് ക്യാറ്റ്, നീലഗിരി താർ, മലബാർ ഹോൺബിൽ. ക്വാഗയുണ്ട്, വെരുകുണ്ട്, മലമുഴക്കി വേഴാമ്പൽ. ഏതാണ് ഇവിടുത്തെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഏതാ മക്കളെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത്? നിങ്ങൾക്ക് അറിയോ? ക്വാഗയാണ് കേട്ടോ. ക്വാഗയാണ് നമ്മുടെ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ വംശനാശം സംഭവിച്ച ജീവി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, കംപ്ലീറ്റ് ദ ടേബിൾ. സെൽ ഓർഗനലും അതിന്റെ ക്യാരക്ടറിസ്റ്റും കോശാംഗവും സവിശേഷതയും തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇതിൽ ആൻസർ എഴുതാം? പവർ ഹൗസ് ഓഫ് ദ സെൽ നമുക്കറിയാം എന്താണ്? മൈറ്റോകോൺട്രിയ ആണ് അല്ലേ? മൈറ്റോകോൺട്രിയ. ഇത് മാറി മറിഞ്ഞൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. മൈറ്റോകോൺട്രിയ. റൈബോസോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് അല്ലേ? യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ആണ്. റൈബോസോം എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പം മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഓക്കെ, അത് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. നമ്മുടെ റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ്, മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ്. പഠിച്ചല്ല. ഇനി അടുത്ത് നോക്കിയേ, കംപ്ലീറ്റ് ഇറ്റ് സ്യൂട്ടബിളി. കണക്ട് അതർ ടിഷ്യൂസ്. കണക്ട് ടിഷ്യൂസ് എന്ന് പറഞ്ഞ 3 തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അസ്ഥികല, യോജകല, രക്തം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചെയ്യാന്നാണ് നമുക്ക് കാണാൻ കഴിയും. ഏതാണ് ചെയ്യുന്നത്? എ എന്ന് പറയുന്നത് അസ്ഥികല എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട്, സപ്പോർട്ട് ആൻഡ് പ്രൊവൈഡ് ഷേപ്പ് ഓഫ് ദ ബോഡി അല്ലെ? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഇനി നമുക്ക് ഇവിടെ കാണാം ബി എന്ന് പറയുന്നത് ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഈ തര കലകളെ ബന്ധിപ്പിക്കുന്നത്. കണക്ട് അതർ ടിഷ്യൂസ്. ഇനി ബ്ലഡിന്റെ ഫംഗ്ഷൻ എന്താണ്? കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽ, പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി, പദാർത്ഥ സംവഹനവും അതുപോലെ തന്നെ രോഗപ്രതിരോധവും നടത്തുന്നു. അപ്പം അതേപോലെ തന്നെ എല്ലാ ടിഷ്യൂസും നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പിത്തീലിയൽ ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. എപ്പിത്തീലിയൽ ടിഷ്യൂ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ ബോഡി. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. നമ്മുടെ സംരക്ഷണം, ആഗിരണം, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തെ മുഴുവനായിട്ട് കവർ ചെയ്യുന്നു. നാഡീകല എന്ന് പറഞ്ഞാലോ ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? എനേബിൾ ടു റെസ്പോണ്ട്, ഐഡന്റിഫൈങ് ചേഞ്ചസ്. അപ്പം നെർവസ് ടിഷ്യൂ നമ്മുടെ ബ്രെയിനിലാണ് കാണുന്നത്. അതുപോലെ തന്നെ പേശികല എന്താണ്? ശരീരചലനം, മസ്കുലർ ആക്ടിവിറ്റിക്ക് സഹായിക്കുന്നു. യോജകല എന്ന് പറയുമ്പോൾ അവിടെ ഫൈബ്രസ് ടിഷ്യൂ ഓർക്കണം, ബ്ലഡ് ഓർക്കണം, കാർട്ടിലേജ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി പ്ലാന്റ് ടിഷ്യൂസ് പഠിക്കുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. പാരൻകൈമ എല്ലാം എന്താണ്? സിമ്പിൾ ടിഷ്യൂസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ സോഫ്റ്റ് പാർട്സിലാണ് നമ്മൾ പാരൻകൈമ കാണുക. കോളൻകൈമ ആണെങ്കിലോ നമുക്ക് പ്ലാന്റിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നതാണ്. സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്സ് അല്ലേ? നല്ല രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുന്നു. അതിൻ്റെ കോശങ്ങളുടെ ചുറ്റും 2 കട്ടി കൊടുക്കുന്നില്ല. എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് സ്ക്ലീറൻകൈമയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്ലാന്റ് ടിഷ്യൂസ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സൈലോം ഫ്ലോയും ചിത്രം തന്നിട്ട് ചോദിക്കാം. കണ്ടക്ഷൻ ആണ് അല്ലേ? സൈലം ജലത്തിന്റെ സംവഹനം നടത്തുന്നു. ഫ്ലോയും എന്ത് ചെയ്യുന്നു? ഭക്ഷണ പദാർത്ഥത്തെ സംവഹിക്കുന്നു. ഇനി ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ ആണ് ചോദിച്ചിട്ടുള്ളത്. ചരകൻ ഫാദർ ഓഫ് ആയുർവേദ, അത് ശരിയാണല്ലോ, ശരിയാണ്. ജോൺ റേ പ്രപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ, അല്ല. കാൾ ലീനിയസ് ഫാദർ ഓഫ് മോഡേൺ ടെക്സോണമി, ശരിയാണ്. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബോട്ടണി ആണോ? അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം ഏതാണ്? ചരകൻ, അതുപോലെ കാൾ ലീനിയസ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി. ഓക്കെ, യെസ്. അപ്പോൾ അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ളത് മാത്രം എന്ത് ചെയ്യുക? ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുക. ഇനി നോക്കുക, റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് കറക്റ്റ്ലി ഇഫ് ദർ ഇസ് എനി ഇറർ ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് എന്നാണ്. അരിസ്റ്റോട്ടിൽ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ബോട്ടണി ആണോ? ഫാദർ ഓഫ് ബോട്ടണി അരിസ്റ്റോട്ടിൽ ആണോ? അല്ല. പിന്നെ ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ് അല്ലേ? തിയോഫ്രാസ്റ്റസ് ആണ്. മൊണീറ ഇൻക്ലൂഡ് യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് ഡിസ്റ്റിങ്ക്ട് ന്യൂക്ലിയസ്, അല്ല. മൊണീറ അല്ല, കാരണം പ്രൊട്ടിസ്റ്റയാണ്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ റോബർട്ട് എച്ച് വിറ്റേഗർ, അത് ശരിയാണ്. അപ്പം അതേപോലെ തന്നെ ഇവിടെയും വരും. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? തിയോഫ്രാസ്റ്റസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തമായ ന്യൂക്ലിയോസോട് കൂടി ഏകോശ ജീവികൾ കാണുന്നത് എവിടെയാണ്? മൊണീറ അല്ല, പ്രൊട്ടിസ്റ്റയാണ്. ക്ലിയർ ആയല്ലോ? അപ്പം എല്ലാ സയന്റിസ്റ്റുകളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബയോളജി ആണ്. തിയോഫ്രാസ്റ്റസ് എന്താണ്? ഫാദർ ഓഫ് ബോട്ടണി ആണ്. ചരകൻ ഫാദർ ഓഫ് ആയുർവേദിയാണ്. ജോൺ റേ എന്താണ്? നമ്മുടെ ഹിസ്റ്റോറിയ ജെനാറിസ് പ്ലാന്റാരം, സ്പീഷ്യസിനെയാണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജോൺ റേ ആണ്. കാൾ ലീനിയസ് ഫാദർ ഓഫ് മോഡേൺ ടാക്സോണമി, അതുപോലെ തന്നെ എന്ത് ചെയ്തു? ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നതും കാൾ ലീനിയസ് ആണ്. അപ്പം അരിസ്റ്റോട്ടിൽ ഫാദർ ഓഫ് ബോട്ടണി അല്ല, ഫാദർ ഓഫ് ബയോളജി ആണ്, അത് മറന്നു പോകരുത് കേട്ടോ.
യെസ്. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. യെസ്. ഇനി നമുക്ക് സയന്റിസ്റ്റുകളുടെ പേര് നിർബന്ധമായിട്ടും പഠിക്കണം. അവരുടെ ഫംഗ്ഷൻസ്, അവരുടെ ബുക്കുകളും ചോദ്യം വരാറുള്ളതാണ്. ഇനി നോക്കിക്കേ, നമ്മുടെ റീപ്രൊഡക്ഷന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ എ എന്ന് പറയുന്ന ഭാഗം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഒരു ട്യൂബ് പുറത്തേക്ക് വരുന്നുണ്ട്. അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളി എന്ന് പറയുന്നു അല്ലേ? പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളി. എന്താ ഇവിടെ നമ്മൾ ആൻസർ ചെയ്ത? പോളൻ ട്യൂബ് അല്ലെങ്കിൽ പരാഗനാളം. ഇനി എന്തിന് നേരെയാണ് ഇത് വളരുന്നത്? പോളൻ ട്യൂബ് എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നത്? ഓവറിയിലേക്കാണ് അല്ലേ? അണ്ഡാശയത്തിന് നേരെയാണ് വരുന്നത്. കാരണം അവിടെ പോയി ബീജസംയോഗം നടക്കണം, ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് കറക്റ്റായിട്ട് ക്ലിയർ ആയിരുന്നുണ്ടല്ലോ. ഈ ഒരു ഭാഗത്ത് നിന്ന് അത് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഓവറിയിലേക്ക് പോകുവാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത് നോക്കാം. ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ. ല്യൂക്കോപ്ലാസ്റ്റ് ഫുഡ് സ്റ്റോറേജിന്, അതുപോലെ ക്ലോറോപ്ലാസ്റ്റ് എന്തിനാണെന്നാണ്? ഫോട്ടോസിന്തസിസിന് വേണ്ടി. ആനിമൽ സെൽ തിയോഡർ ഷ്വാവാണ്. പ്ലാന്റ് സെൽ ആരാ കണ്ടുപിടിച്ചത്? യെസ്, തിയോഡർ ഷ്വാൻ ആനിമൽ സെൽ കണ്ടുപിടിച്ചപ്പോൾ പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ചത് നമ്മുടെ MG ഷ്ലീഡൻ ആണ്. MG ഷ്ലീഡൻ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, MG ഷ്ലീഡൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അല്ലേ? തെറ്റുകളുണ്ട്, തിരുത്താനാണ്. ഓവം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓവിഡക്ട് ആണോ? അല്ല. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത് ഓവറി, അണ്ഡാശയമാണ് അണ്ടങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഇനി അമ്നിയോട്ടിക് ഫ്ലൂയിഡ് പ്രൊട്ടക്ട് ദ ഫീച്ചേഴ്സ് ഫ്രം ഡീഹൈഡ്രേഷൻ. ശരിയാണ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ യൂട്രസ് ആണോ? അല്ല. എവിടെയാണ്? ഫെലോപ്പിയൻ ട്യൂബിലാണ് അല്ലെങ്കിൽ ഒവിഡക്റ്റിലാണ്, അണ്ടവാഹിയിലാണ് ബീജസംയോഗം നടക്കുന്നത്. മറന്നു പോകരുത്, ശ്രദ്ധിച്ചു പഠിക്കണം. അപ്പോൾ ഓവം ഈസ് പ്രൊഡ്യൂസ് ബൈ ഓവറി, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഒവിഡക്റ്റ്. ക്ലിയർ ആണ്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം, മാറിപ്പോവരുത്. ഇനി നോക്കിയൊക്കെ ഇവിടെ റൈറ്റ് ദ ടാക്സോണമിക് ഹൈറാർക്കി ഓഫ് കോക്കനട്ട് ട്രീ ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് ടേംസ് ഫ്രം ദ ബുക്സ്. നമുക്ക് ഇതിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഓരോന്നിനെയും ഡൊമെയിൻ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതാണ് വേണ്ടത്. നോക്കുക, ഡൊമെയിൻ നിങ്ങൾക്കറിയാം, കിങ്ഡം, ഈ ഓർഡർ ആണ് വേണ്ടത്. ഡൊമെയിൻ, കിങ്ഡം, ഫൈലം, ക്ലാസ്, സീരീസ്, ഫാമിലി, ജീനസ്, ഓർഡർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാലോ ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ കണ്ടതിൽ മനസ്സിലാക്കും ഡൊമെയിൻ എന്ന് പറയുന്നത് ഏതാണ്? യുക്കാരിയാണ് അല്ലേ? ഡൊമെയിൻ യുക്കാരിയാണ്. അതുപോലെ തന്നെ കിങ്ഡം പ്ലാന്റിയാണ്, ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റേ, ക്ലാസ് മോണോകോട്ടിലിഡനെ, സീരീസ് കാലിസിനി, അതുപോലെ ഫാമിലി അരക്കേസിയവിനും, ജീനസ് കൊക്കോ, സ്പീഷ്യസ് ന്യൂസിഫറ. അത് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്ത് എഴുതുക. ഇത് എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം. ചിലപ്പോൾ നമ്മളോട് കോക്കനട്ട് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എന്താണ് മാഞ്ചിഫറ ഇൻഡിക്ക, മാംഗോയും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് പ്രോപ്പർ ആയിട്ട് ചെയ്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾ നല്ലോണം സോർട്ട് ചെയ്ത് പഠിക്കണം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. എക്സാം എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായിട്ട് എഴുതുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് വീണ്ടും കാണാം. വൈകുന്നേരത്തെ മാരത്തൺ ലൈവിൽ ഷുവർ ആയിട്ട് വരിക, അടിപൊളിയായിട്ട് സെറ്റ് ആക്കാം. ബൈ.